നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ഇപ്പോൾ ലോകത്താകമാനം 1,00,000-ൽ പരം പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ഏറെ ആശങ്ക ഉളവാക്കുന്ന റിപ്പോർട്ടാണ്. ഇതോടുകൂടി 3000-ൽ പരം പേർ മരിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൊറോണ സ്ഥിരീകരിച്ചത് ഇറാനിലാണ്. ഏറ്റവും കൂടുതൽ മരണവും സ്ഥിരീകരിച്ചത് ഇറാനിൽ തന്നെ. ഇപ്പോഴത്തെ ഇതിനെതിരെ കടുത്ത നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കുവൈറ്റ് ഇതിനോടകം തന്നെ ഇന്ത്യ തുടങ്ങി 7 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് കുവൈറ്റ് ഇന്ന് റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ, അതായത് ശനി മുതൽ ഒരാഴ്ചത്തേക്കാണ് നിരോധനം. ഈ ശനിയാഴ്ച തുടങ്ങുന്ന നിരോധനം അടുത്ത ശനിയാഴ്ചയായിരിക്കും തീരുക. ഇനി ഇത് കൂടുതൽ ജാഗ്രത പുലർത്താനും ഒപ്പം ഇത്തരത്തിൽ നിരോധനം തുടരുവാനും സാധ്യത കൽപ്പിച്ചു വരികയാണ്. ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, സിറിയ, ലബനൻ, ഈജിപ്ത് എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. കൊറോണ വൈറസ് പ്രതിരോധനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ അസാധാരണ യോഗമാണ് തീരുമാനമെടുത്തത്. മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ നിന്നും വരുന്ന ഏത് രാജ്യക്കാരാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ സന്ദർശിച്ചവരാണെങ്കിൽ കുവൈറ്റിൽ പ്രവേശനവും നൽകില്ല. കുവൈറ്റിലെ ഇക്കാമയുള്ളവരാണെങ്കിലും സാധ്യതയുള്ള ഇക്കാമയുള്ളവരാണെങ്കിലും ഇളവ് അനുവദിക്കുന്നതുമല്ല എന്ന കടുത്ത നിയമമാണ് കുവൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. കുവൈറ്റ് പൗരന്മാരാണ് വരുന്നതെങ്കിൽ ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നതായിരിക്കും.